ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാൻ ഒരു ഫോട്ടോ ഗിവ് അവേ ആയിട്ട് കൊടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ ഫോട്ടോയുടെ പ്രൈസ് കാരണം മേടിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ആഗ്രഹമുണ്ട് മേടിക്കാൻ. കാരണം എനിക്ക് ആ ഒരു പ്രൈസിലേ കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഞാൻ എന്തൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മെറ്റീരിയൽ ഡീറ്റെയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം അക്രിലിക് ഷീറ്റിൻ്റെ മുകളിൽ ഫാബ്രിക് പെയിൻറ് ഉപയോഗിക്കുന്നതാണ്. അതേപോലെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ എത്ര ഇഞ്ചിൻ്റെതാണ് എന്നുള്ളതും ഞാൻ പറയുന്നത്. കാരണം 1.25 ഇഞ്ചാണ് ഞാൻ ഇടുന്ന ഫ്രെയിം. ചിലപ്പോൾ 1.5 ഇഞ്ചായിരിക്കും. ഫ്രെയിം ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സൈസിലാണ് ഞാൻ ഫ്രെയിം യൂസ് ചെയ്യാറ്. എനിക്ക് ഏകദേശം 2500 രൂപൻ്റെ അടുത്ത് കൊറിയർ ചാർജ് സഹിതം വരുന്ന ഫോട്ടോ ആണ്. ഞാൻ 4 ദിവസങ്ങൾ കൊണ്ടാണ് വരയ്ക്കുന്നത്. എന്നുവെച്ചാൽ എനിക്കൊരു ഫോട്ടോ പൂർത്തീകരിക്കാൻ 4 ദിവസം പിടിക്കും. അപ്പോൾ ഇത്രയും മെനക്കെട്ട ഒരു ഫോട്ടോ എനിക്ക് ആ ഒരു പ്രൈസിലല്ലാതെ അതിൽ കുറച്ച് റേറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ പലരും ഇങ്ങനെ അഭിപ്രായം പറയാറുണ്ട്, അവർക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പാവപ്പെട്ടവർക്ക് ജസ്നയുടെ ഫോട്ടോ മേടിക്കണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം പാവപ്പെട്ടവരാണെന്ന് കരുതി നമ്മുടെ കഷ്ടപ്പാടിനെ മറന്നിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ കഷ്ടപ്പാട് എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കഷ്ടപ്പാടിന് ഒരു വില കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാടിന് മറ്റൊരാളും വില കൊടുക്കില്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരിയാണ് ഞാൻ. അപ്പം നമ്മുടെ കഷ്ടപ്പാട് എന്താണോ അത് നമ്മളാണ് വാല്യുബിളായിട്ട് കണക്കാക്കേണ്ടത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഒരു ഗിവ് അവേ ആയിട്ട് ഒരു ഫോട്ടോ കൊടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. പിന്നെ ഗിവ് അവേ എന്ന് പറയുമ്പം എല്ലാവർക്കും പങ്കെടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പം ഇത് ഹിന്ദു മതസ്ഥരല്ല, മറ്റൊരു മതസ്ഥരാണ് ഇതിന് വിന്നറാവുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉത്തരമുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. കാരണം മറ്റൊരു മതസ്ഥനാണെങ്കിൽ അവർക്ക് ഒരിക്കലും അർഹതയില്ലാത്ത കൈകളിലേക്ക് ഞാൻ കണ്ണനെ കൊടുക്കൂല കേട്ടോ. മറ്റൊരു മതസ്ഥരെ ഇനിയിപ്പം മുസ്ലിം മതസ്ഥരോ ക്രിസ്ത്യൻ മതസ്ഥരോ ഒക്കെ ആണെങ്കിൽ നിങ്ങളിങ്ങ് തന്നോളൂ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞാലൊന്നും ഞാൻ തരില്ല. കാരണം അർഹതയുള്ള കൈകളിൽ മാത്രമേ അതെത്താൻ പാടുള്ളൂ. കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു സംഭവമുണ്ട്, അത് ഞാനിപ്പം നേരത്തെ പറഞ്ഞത് മാതിരി നമ്മുടെ കഷ്ടപ്പാടിനെ നമ്മൾ വില കൽപ്പിക്കുന്ന ഒരു സംഭവം നമ്മളിൽ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞതിൻ്റെ മാതിരി അതൊരു ദൈവമാണ്. അപ്പം അതിനെ വാല്യുബിളായിട്ട് കണക്കാക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് മാത്രമേ ആ ഒരു ഫോട്ടോ പോകാൻ പാടുള്ളൂ. അല്ലാതെ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരാളടുത്തേക്കും നമ്മൾ ആ ഫോട്ടോ കൊടുക്കരുത്. അപ്പം വേറൊരു മതസ്ഥനാണ് അല്ലെ മതസ്ഥയാണ് വിന്നറാവുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തൊരു അഭിപ്രായം ചോദിക്കാമെന്ന്. കാരണം എന്ത് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. കാരണം നമുക്കിപ്പം ഇന്ന മതസ്ഥർ മാത്രമേ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. പക്ഷേ മറ്റു മതസ്ഥരാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അതും നോക്കണം. അപ്പം എൻ്റെ ഇങ്ങനൊരു ആഗ്രഹം ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇതുവരെ എൻ്റെ ഫോട്ടോസ് ആർക്കും അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ വളരെ റെയറായിട്ട് എൻ്റെ എന്തെങ്കിലും ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കൊക്കെ ഞാൻ കൊടുത്തു എന്നല്ലാതെ ഞാൻ എൻ്റെ കഷ്ടപ്പാടിനെ വില കൽപ്പിക്കാതെ ആർക്കും കൊടുക്കാറില്ല. പിന്നെ പലരും പല സമയത്ത് അഭിപ്രായപ്പെട്ടൊരു സംഭവമാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഫോട്ടോ ലേലം ചെയ്ത് പോവൽ ചെറിയ പൈസക്കാണ്. എന്ന് വെച്ചാൽ എൻ്റെ ചിലവിൻ്റെ പൈസ പോലും എടുക്കാതെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഫോട്ടോ സെയിൽ ചെയ്ത് എന്ന് വെച്ചാൽ ലേലം ചെയ്ത് പോവാറ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്നോട് ഫോട്ടോ മേടിച്ച ആൾക്കാർ ഞങ്ങൾ ഇത്രയൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ, അത് വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഞാൻ ആ ഫോട്ടോ അവിടെ കൊടുക്കാറ്. ഇപ്പം ഞാൻ ചെറിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്.
ഈ വെണ്ണക്കണ്ണൻ കൊടുക്കുന്നില്ല, വേറെ ഏതെങ്കിലും കണ്ണൻ, എൻ്റെ സിഗ്നേച്ചർ ഐറ്റം കൊടുക്കുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാരോട് പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, ചെറിയൊരു തുകയ്ക്ക് ആ ഫോട്ടോ ലേലം ചെയ്തത്. അപ്പോൾ അതൊക്കെ മറ്റുള്ളവരെയും എന്നെയും ഒരേപോലെ വിഷമിപ്പിക്കുന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറെ രൂപത്തിലും ഭാവത്തിലുള്ള ഫോട്ടോ വരച്ച് കൊടുക്കാമെന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ സിഗ്നേച്ചർ ഐറ്റം അങ്ങനെ നിസ്സാര തുകക്ക് ആരുടെയും കയ്യിലെത്തി എന്ന് പറഞ്ഞിട്ട് ആർക്കും പരാതി ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരു പ്ലാനിലാണ്. അപ്പം ഈ പറഞ്ഞത് പോണം, വേറെ ഏതെങ്കിലും മതസ്ഥരാണെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹമാണ്. പലരും എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്, ചേച്ചി ഗീവ് അവേ കൊടുക്കാറുണ്ടോ എന്നൊന്നും. ഞാൻ അങ്ങനെയൊന്നും കൊടുക്കാറില്ല. കൊടുക്കുകയാണെങ്കിലും യൂട്യൂബ് ത്രൂ ആണ് കൊടുക്കാറ്. ഫേസ്ബുക്ക് വഴിയൊന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. യൂട്യൂബ് ത്രൂ ആണ് കൊടുക്കാൻ. ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ കൊടുക്കാമെന്ന് കരുതിയതാണ്, യൂട്യൂബിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പം എന്താ ചെയ്യുക വേറെ മതസ്ഥരാണെങ്കിൽ എന്നുള്ളതിന് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരവോട് കിട്ടിയാൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിൽ 100K ആകുന്ന സമയത്ത് ഞാനൊരു ഗിവ് അവേ വെക്കണം. അത് കണ്ണനോ അല്ലെ വേറെ എന്തെങ്കിലും ഒരു സംഭവം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം വലിയൊരു യൂട്യൂബറാണെന്നൊന്നും നമുക്ക് എവിടെയും അഹങ്കരിച്ച് പറയാം, ആർക്കും പറ്റൂല കേട്ടോ. ഒരു യൂട്യൂബർക്ക് ഞാൻ വലിയ യൂട്യൂബറാണെന്ന് പറഞ്ഞാൽ അഹങ്കരിക്കാൻ പറ്റില്ല. കാരണം അവന് മറ്റുള്ളവർ കാണുന്ന കാഴ്ചയാണ് അവനെ അവിടം വരെ എത്തിക്കുന്നത് എന്നുള്ള ബോധം ഏതൊരു വ്യക്തിക്കും വേണം. അത് ഞാനോ നിങ്ങളോ ആര് തന്നെ ആയാലും അവർക്ക് വേണ്ട ഒരു ബോധം എന്താ വെച്ചാൽ മറ്റുള്ളവർ കാഴ്ചക്കാരായതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്നുള്ളൊരു ചിന്താഗതി എപ്പോഴും വേണം. അപ്പം നമ്മളൊന്നും കിട്ടിയിട്ടും അഹങ്കരിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ 100K ആകുന്ന സമയത്ത് എന്തെങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് തരണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. എന്ത് എന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ 100K ഒക്കെ ആവാൻ കുറച്ച് ടൈം എടുക്കും. കാരണം 34K അങ്ങാണ്ടായിട്ടേ ഉള്ളൂ നിലവിൽ. ഞാൻ ഇതിൽ യൂട്യൂബിൽ അധികം ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മേഞ്ഞു പോകും പോലെ സബ്സ്ക്രൈബേഴ്സ് പോയി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ലേറ്റ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത് എന്താണ് ചെയ്യുക എന്നുള്ളത്, മറ്റു മതസ്ഥരാണെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൊള്ളി കേട്ടോ. ഓക്കെ, ടാറ്റാ.